നമസ്കാരം. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഇസ്രായേൽ ഹമാസിന്റെ മുഖ്യ നേതാവ് മുഹമ്മദ് ദൈഫിനെ തീർക്കാൻ വ്യോമാക്രമണം നടത്തിയത്. സാധാരണക്കാരെ അടിമകളാക്കി അവരുടെ വീടുകളിലും മറ്റും ദൈഫ് ഒളിച്ചിരിക്കുന്നു എന്ന വിവരം ഇസ്രായേലിന് ലഭിച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആക്രമണം നടത്തിയത്. അതേസമയം ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഹമാസ് പ്രവർത്തകർ നടത്തുന്നത്. തങ്ങളുടെ നേതാവിന്റെ വിയോഗം അറിഞ്ഞാണോ ഈ ഒരു ചർച്ചയെന്ന് പറയുന്നവരുണ്ട്. അതേസമയം തിരിച്ചടിക്കാനുള്ള നീക്കത്തിലാണ് ഹമാസ് ഭീകരരെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും സജ്ജമാണ്. ഹമാസ് സൈനിക നേതാവ് മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരുതി നടത്തിയതായി ഹമാസ് പറഞ്ഞിരുന്നു. ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നും സാധാരണക്കാർക്കു നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഹമാസ് പ്രതികരിച്ചിരുന്നു. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിലും കൈറോയിലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആക്രമണം. ഖാൻ യൂനിസിന് സമീപം അൽമവാസി മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ഇസ്രായേൽ സേന സുരക്ഷിത മേഖലയായി അംഗീകരിച്ചിട്ടുള്ള ഇടമാണിത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഫലസ്തീൻകാർ ഇവിടെ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയ സ്ഥലത്ത് ഹമാസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇസ്രായേൽ സേന വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിൽ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടോ എന്നതിൽ വ്യക്തതയില്ല. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളാണ് ദൈഫ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതുവരെ 7 തവണ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. അതേസമയം ഹമാസിനെ ഇപ്പോൾ ഭീകര സംഘടനയായും അർജന്റീന ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഹാവിയർ മിലിയുടെ ഓഫീസായിരുന്നു ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. കൂടാതെ ഫലസ്തീൻ സംഘത്തിന്റെ സാമ്പത്തിക സ്വത്തുകൾ മരവിപ്പിക്കാൻ തന്നെ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകളോട് യോജിപ്പറിയിക്കുന്നതാണ് അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലിയുടെ ഉത്തരവ്. ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉത്തരവ്. ഇറാനുമായുള്ള ഹമാസിന്റെ അടുത്ത ബന്ധവും പ്രസിഡന്റ് പരാമർശിച്ചിരുന്നു. രാജ്യത്തെ ജൂതന്മാർ താമസിക്കുന്ന മേഖലകളിലുണ്ടായ 2 തീവ്രവാദ ആക്രമണങ്ങളിലും അർജന്റീന ഹമാസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും ഹമാസിനെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിരോധവുമായി ഇസ്രായേൽ മുന്നോട്ട് തന്നെ പോകും. അതേസമയം ഇത്തരത്തിൽ നിരവധി ഭീകരർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹമാസിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ദൈഫ്. അതുകൊണ്ട് തന്നെ ഇയാളെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ഏക ഒരു ലക്ഷ്യം.